നമസ്കാരം. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ചരിത്രത്തിൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത വിധം വിചിത്രവും ഞെട്ടിക്കുന്നതുമായൊരു വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കോളിളക്കം സൃഷ്ടിക്കുന്നത്. ഒരു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകയും നാട്ടുകാരും ഉൾപ്പെട്ട ഈ ദൃശ്യം രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഈ വീഡിയോ ബംഗാൾ രാഷ്ട്രീയത്തിൽ തൃണമൂൽ കാണിക്കുന്ന ചതിക്കളികൾ എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്നും അത് ഏതെല്ലാം വിചിത്രമായ തലങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്നും അടിവരയിടുന്നു. സത്യവും അസത്യവും തമ്മിലുള്ള വേർതിരിവ് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സങ്കീർണമായൊരു നാടകീയതയാണ് ഈ ദൃശ്യങ്ങളിൽ ഉടനീളം നിഴലിക്കുന്നത്. വീഡിയോയുടെ ആദ്യ ഭാഗത്ത് തലയിൽ വെളുത്ത ബാൻഡേജ് കിട്ടിയ ഒരു സ്ത്രീ താൻ BJP പ്രവർത്തകരാൽ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു എന്ന് കരഞ്ഞു പറയുന്നതാണ് കാണുന്നത്. പ്രാദേശിക മാധ്യമങ്ങളോടും നാട്ടുകാരോടും തൻ്റെ തലയ്ക്ക് മാരകമായ പരിക്കേറ്റെന്നും നീതി വേണമെന്നും അവർ വൈകാരികമായി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് അവിടെ എത്തുന്ന ഒരു സംഘം പുരുഷന്മാർ അവരുടെ പരുക്ക് വ്യാജമാണെന്ന് ആരോപിക്കുകയും ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് തന്നെ അവരുടെ തലയിലെ ബാൻഡേജ് നിർബന്ധപൂർവ്വം അഴിച്ചു മാറ്റുകയും ചെയ്യുന്നു. ബാൻഡേജ് പൂർണ്ണമായും നീക്കം ചെയ്തപ്പോൾ അവരുടെ തലയിൽ യാതൊരുവിധ മുറിവോ ചതവോ രക്തമോ ഇല്ലായിരുന്നു എന്നത് കണ്ടു നിന്നവരെ എല്ലാം അമ്പരപ്പിച്ചു. തൃണമൂൽ പ്രവർത്തക അക്ഷരാർത്ഥത്തിൽ ഒരു അഭിനയം നടത്തുകയായിരുന്നു എന്ന നിഗമനത്തിലേക്കാണ് ഈ നിമിഷം കാണികൾ എത്തുന്നത്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം നടന്ന കാര്യങ്ങളാണ് ഇന്റർനെറ്റ് ലോകത്തെ ഒന്നടങ്കം അടുക്കിയത്. പരുക്ക് വ്യാജമാണെന്ന് തെളിയിച്ചതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ആ സ്ത്രീയെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അവരുടെ തലയിൽ നിന്ന് തന്നെ ആഞ്ഞടിക്കുകയും യഥാർത്ഥത്തിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. മർദ്ദനത്തിന് ശേഷം നേരത്തെ അഴിച്ചു മാറ്റിയ അതേ ബാൻഡേജ് ഉപയോഗിച്ച് ആ സ്ത്രീയുടെ തല വീണ്ടും കെട്ടിക്കൊടുക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് വീഡിയോയിലുള്ളത്. ഇനി നീ ആ നാട്ടുകാരോട് പോയി പറ, ഇപ്പോൾ അവർ നിന്നെ വിശ്വസിക്കും എന്ന് മർദ്ദിച്ചവരിൽ ഒരാൾ ആക്രോശിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായി കേൾക്കാം. വ്യാജമായിരുന്ന ഒരു പരിക്കിനെ നിമിഷങ്ങൾക്കുള്ളിൽ നാട്ടുകാർ യഥാർത്ഥ പരിക്കാക്കി മാറ്റുകയായിരുന്നു. ഈ വീഡിയോ പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ TMC പ്രവർത്തകരുടെ വ്യാജ പരുക്ക് നാടകത്തെ പരിഹസിക്കുകയും ട്രോളുകൾ നിർമ്മിക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു വിഭാഗം ഈ സ്ത്രീക്കെതിരെ നടന്ന ക്രൂരമായ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നു. ബോളിവുഡ് സിനിമകളെ വെല്ലുന്ന നാടകീയത എന്നാണ് പലരും ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം ഈ വീഡിയോ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ BJP നിർമ്മിച്ച വ്യാജ പ്രചരണമാണെന്നൊക്കെ പറഞ്ഞ് തള്ളുന്നുണ്ട്. തങ്ങളുടെ പ്രവർത്തകർ നിരന്തരം ആക്രമിക്കപ്പെടുകയാണെന്നും ഇത് അതിൻ്റെ ഭാഗമാണെന്നും അവർ ആരോപിക്കുന്നു. എന്നാൽ BJP സംസ്ഥാന നേതൃത്വം വീഡിയോയിലുള്ള വ്യക്തികളുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന് വ്യക്തമാക്കി എങ്കിലും തൃണമൂൽ കോൺഗ്രസ് നിരന്തരം ഇരവാദം ഉയർത്തി വ്യാജ കേസുകൾ നിർമ്മിക്കുകയാണെന്ന് തിരിച്ചടിച്ചു. പ്രാദേശിക പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീഡിയോയുടെ ആധികാരികതയും അത് ചിത്രീകരിച്ച സമയവും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഏത് തരം താഴ്ന്ന പ്രവർത്തിക്കും മുതിരുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. പശ്ചിമ ബംഗാളിൽ സമീപകാലത്ത് പുറത്തു വന്നതിൽ വെച്ച് ഏറ്റവും വിചിത്രവും അവിശ്വസനീയമായ ഈ ദൃശ്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലെ പ്രത്യേകിച്ചും തൃണമൂലിനിടയിലെ ശത്രുതയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നു. സത്യം എന്ത് തന്നെയായാലും മനുഷ്യത്തിന് നിരക്കാത്ത ഇത്തരം പ്രവർത്തികൾ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം അത്യന്തം അപകടകരം തന്നെയാണ്. ജനാധിപത്യം എന്നത് കേവലം വോട്ട് രേഖപ്പെടുത്തലോ ഭൂരിപക്ഷം തെളിയിക്കലോ മാത്രമല്ല, മറിച്ച് സുതാര്യതയിലും സത്യസന്ധതയിലും അധിഷ്ഠിതമായ ഒരു ഭരണക്രമമാണ്. ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളോട് പുലർത്തേണ്ട വിശ്വാസ്യതയാണ് ജനാധിപത്യത്തിൻ്റെ നട്ടെല്ല്. എന്നാൽ സമീപകാലത്ത് പശ്ചിമ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന രാഷ്ട്രീയ നാടകങ്ങളും വ്യാജ പ്രചാരണങ്ങളും ഈ മഹത്തായ വ്യവസ്ഥിതിക്ക് ഏൽപ്പിക്കുന്ന ആഘാതം വളരെ വലുതാണ്. അധികാര ലബ്ധിക്കോ നിലനിർത്തലിനോ വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഇത്തരം പ്രഹസനങ്ങൾ പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം അത്യന്തം അപകടകരമാണ്. സത്യം ഏതാണെന്നും അസത്യം ഏതാണെന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വിവരങ്ങൾ വളച്ചൊടിക്കപ്പെടുമ്പോൾ ജനാധിപത്യം ഒരു കപട നാടകമായി മാറുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ അണികളെ ഉപയോഗിച്ച് വ്യാജ പരിക്കുകളും ആക്രമണങ്ങളും കെട്ടിച്ചമയ്ക്കുന്നത് ജനാധിപത്യത്തിലെ സംവാദങ്ങളെയും സമരങ്ങളെയും ദുർബലപ്പെടുത്തും. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് പരിക്കേറ്റു എന്ന് കേൾക്കുമ്പോൾ ജനങ്ങളിൽ ഉണ്ടാകേണ്ട സ്വാഭാവികമായ അനുകമ്പയും പ്രതിഷേധവും ഇത്തരം നാടകങ്ങൾ വഴി ഇല്ലാതാകുന്നു. ഇത് യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെടുന്നവർക്കും നീതി നിഷേധിക്കപ്പെടുന്നവർക്കും തിരിച്ചടിയായി മാറാം. പശ്ചിമ ബംഗാളിലെ TMC പ്രവർത്തകരുടെ വീഡിയോയിൽ കണ്ടതുപോലെ പരിക്കില്ലാത്ത തലയിൽ ബാൻഡേജ് കെട്ടി ഇരവാദം ഉന്നയിക്കുന്നത് രാഷ്ട്രീയത്തിലെ ധാർമ്മിക ച്യുതിയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ജനാധിപത്യ വിശ്വാസികളെ കബളിപ്പിക്കുന്നത് രാഷ്ട്രീയ ബോധമുള്ള ഒരു ജനതയെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. വ്യാജമായ കേസുകളും നാടകങ്ങളും നിയമ സംവിധാനങ്ങളെയും നീതിന്യായ വ്യവസ്ഥയും അനാവശ്യമായി സമ്മർദ്ദത്തിലാക്കും. യഥാർത്ഥ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കേണ്ട പോലീസ് സംവിധാനം ഇത്തരം രാഷ്ട്രീയ നാടകങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കാൻ സമയം ചെലവഴിക്കേണ്ടി വരുന്നത് ഭരണനിർവഹണത്തെ ദോഷകരമായി ബാധിക്കും. രാഷ്ട്രീയ നേട്ടത്തിനായി നിയമത്തെയും പോലീസിനെയും കരുവാക്കുന്നത് ജനങ്ങൾക്ക് ഈ വ്യവസ്ഥിതിയിലുള്ള വിശ്വാസം എന്നേക്കുമായി തല്ലിക്കെടുത്തും. ഒരു ഭാഗത്ത് ഭരണകക്ഷി അധികാരബലത്തിൽ ഇത്തരം നാടകങ്ങൾ അരങ്ങേറുമ്പോൾ മറുഭാഗത്ത് അതിനെതിരെ നടക്കുന്ന ശാരീരിക ആക്രമണങ്ങളും നിയമവിരുദ്ധമാണ്. വ്യാജ പരിക്കിനെ മർദ്ദനത്തിലൂടെ യഥാർത്ഥ പരിക്കാക്കി മാറ്റുന്ന ക്രൂരത രാഷ്ട്രീയത്തിലെ മൂല്യങ്ങൾ എത്രത്തോളം അതമ്പതിച്ചു എന്നതിൻ്റെ നേർക്കാഴ്ചയാണ്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ കാട്ടുതീ പോലെ പടരുന്നത് സമൂഹത്തിൽ വലിയ തോതിലുള്ള വിഭജനത്തിന് കാരണമാകും. ഓരോ പാർട്ടിയുടെ അണികൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാർത്തകൾ മാത്രം വിശ്വസിക്കുകയും
മറുവിഭാഗത്തെ കണ്ണടച്ച് എതിർക്കുകയും ചെയ്യും. സത്യത്തെക്കാൾ പ്രൊപ്പഗണ്ടയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്ന ഈ സാഹചര്യം ജനാധിപത്യത്തിലെ ആരോഗ്യകരമായ ചർച്ചകളെ ഇല്ലാതാക്കും. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾ വരും തലമുറയിലെ വോട്ടർമാർക്കിടയിൽ രാഷ്ട്രീയത്തോടുള്ള വിരക്തിയും അവജ്ഞയും വർദ്ധിപ്പിക്കാൻ കാരണമാകും. രാഷ്ട്രീയം എന്നത് വെറും ചതിയും വഞ്ചനയുമാണെന്ന ബോധം യുവാക്കളിൽ വളരുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. ചുരുക്കത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ഇത്തരം ഹീനമായ നാടകങ്ങൾ ജനാധിപത്യത്തിൻ്റെ അന്തഃസത്തയെ തന്നെ ഇല്ലാതാക്കുന്നു. സുതാര്യമായ ഭരണവും സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനവും ഉറപ്പാക്കേണ്ട ബാധ്യത ഭരണകൂടങ്ങൾക്കുണ്ട്. വോട്ടിനും അധികാരത്തിനും വേണ്ടി ജനങ്ങളെ വഞ്ചിക്കുന്ന രീതികൾ തുടരുന്നത് ജനാധിപത്യത്തെ ഒരു ഉൾപ്പേടിയാക്കി മാറ്റും. ജനങ്ങൾ ഇത്തരം നാടകങ്ങളെ തിരിച്ചറിയുകയും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കൂടുതൽ ഉത്തരവാദിത്തം ആവശ്യപ്പെടുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സത്യസന്ധമായ രാഷ്ട്രീയത്തിലൂടെ മാത്രമേ ജനാധിപത്യം പുലരുകയുള്ളൂ എന്ന തിരിച്ചറിവ് രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് എന്നും ഉണ്ടാകണം. അല്ലാത്തപക്ഷം ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യക്രമം കേവലം വിനോദോപാധിയായ ഒരു രാഷ്ട്രീയ നാടകവേദിയായി അധംപതിക്കും. പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ അക്രമം എന്നത് കേവലം ഒരു ആകസ്മിക സംഭവമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി തുടരുന്ന ഒരു രാഷ്ട്രീയ ശൈലിയായി മാറിയിരിക്കുന്നു. അണികൾ നടത്തുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെയും ആക്രമണങ്ങളെയും നിയന്ത്രിക്കാൻ മമതാ ബാനർജി മടിക്കുന്നത് ബോധപൂർവമായ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണോ എന്ന ഗൗരവകരമായ ചോദ്യം ഇന്ന് ഇന്ത്യയിലുടനീളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ക്രമസമാധാനം ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. എന്നാൽ സ്വന്തം പാർട്ടിക്കാർ നിയമം കയ്യിലെടുക്കുമ്പോൾ അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാതിരിക്കുന്നത് അക്രമ രാഷ്ട്രീയത്തിന് ലഭിക്കുന്ന നിശബ്ദമായ അംഗീകാരമായി വ്യാഖ്യാനിക്കപ്പെടും. അധികാരത്തെ നിലനിർത്തുന്നതിനും പ്രതിപക്ഷത്തെ അടിച്ചമർത്തുന്നതിനുമുള്ള ഒരു ആയുധമായി അക്രമത്തെ തൃണമൂൽ ഭരണകൂടം ഉപയോഗിക്കുന്നുണ്ടോ എന്ന ആശങ്ക പലപ്പോഴും ഉയരാറുണ്ടായിരുന്നു. ഭരണകക്ഷിയുടെ അണികൾക്കിടയിൽ വളരുന്ന അച്ചടക്കമില്ലായ്മ പലപ്പോഴും രാഷ്ട്രീയമായ മേൽക്കോയ്മ ഉറപ്പാക്കാനാണ് ഉപയോഗിക്കപ്പെടാറുള്ളത്. അക്രമം വഴി ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് വഴി പ്രതിപക്ഷ കക്ഷികളുടെ പ്രവർത്തനങ്ങളെ മരവിപ്പിക്കാനും വോട്ടർമാരെ സ്വാധീനിക്കാനും തൃണമൂൽ ഒരുപാട് ശ്രമിച്ചിരുന്നു. അണികളെ നിയന്ത്രിക്കാൻ നേതാവ് തയ്യാറാകാത്ത സാഹചര്യം താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് തങ്ങൾ നിയമത്തിന് മുകളിലാണെന്ന തെറ്റായ ബോധം നൽകും. ഇത് പോലീസിനെ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയും കുറ്റവാളികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു. മമതാ ബാനർജിയെ പോലെയുള്ള അതിശക്തിയായ ഒരു നേതാവിന് തൻ്റെ പാർട്ടിക്കാരെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നത് യുക്തിക്ക് നിരക്കാത്തതാണ്. അതിനാൽ തന്നെ അണികളുടെ അഴിഞ്ഞാട്ടത്തിന് പിന്നിൽ ഒരുതരം രാഷ്ട്രീയ മൗനസമ്മതം ഉണ്ടെന്ന ആരോപണം ശക്തമാകുന്നു. ബംഗാൾ രാഷ്ട്രീയത്തിൽ അക്രമം എന്നത് ഒരു പ്രതിരോധ തന്ത്രമായും പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. തൻ്റെ അധികാരത്തിന് ഭീഷണി ഉയർത്തുന്ന ശക്തികളെ ശാരീരികമായും മാനസികമായും തളർത്താൻ അണികളെ കയറൂരി വിടുന്നത് രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ ഭാഗമായാണ് TMC കാണുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഇടതുപക്ഷ ഭരണകാലത്ത് നിലനിന്നിരുന്ന അതേ ഗ്രാമതല ആധിപത്യം അതേപടി തുടരാനാണ് തൃണമൂൽ കോൺഗ്രസും ശ്രമിക്കുന്നത്. ഈ രീതിയിൽ അക്രമം ഒരു രാഷ്ട്രീയ സംസ്കാരമായി മാറുമ്പോൾ അത് കേവലം ഒരു പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ജനാധിപത്യത്തിൻ്റെ തന്നെ പരാജയമാകും. അക്രമത്തിലൂടെ ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നത് വഴി ജനങ്ങളുടെ യഥാർത്ഥ വികാരം അടിച്ചമർത്തപ്പെടുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വസ്തത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. തൃണമൂലിൻ്റെ പ്രധാന നേതാവ് എന്ന നിലയിൽ മമതാ ബാനർജി പുലർത്തുന്ന ഈ മൗനം പലപ്പോഴും അക്രമികളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അക്രമം നടക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ പ്രകോപനം മൂലമാണെന്നോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ ഗൂഢാലോചനയാണെന്നോ പറഞ്ഞ് തള്ളിക്കളയുന്നത് കുറ്റവാളികൾക്ക് ലഭിക്കുന്ന വലിയ ആശ്വാസമാണ്. സ്വന്തം പാർട്ടിക്കാർ നടത്തുന്ന കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും രാഷ്ട്രീയ നാടകങ്ങളായി ചിത്രീകരിക്കപ്പെടുന്നത് ഇരകൾക്ക് നീതി ലഭിക്കാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുന്നു. ഒരു സ്ത്രീയായ മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ പോലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ രാഷ്ട്രീയ ആയുധങ്ങളായി മാറുന്നത് അത്യന്തം ലജ്ജാകരമാണ്. അക്രമം നടത്തുന്നവരെ സ്വന്തം പാർട്ടിക്കാരൻ എന്ന പരിഗണന നൽകി സംരക്ഷിക്കുന്നതിന് പകരം കുറ്റവാളിയായി കണ്ട് നിയമത്തിന് മുന്നിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ബംഗാളിലെ ഈ ചോരക്കളി എന്നേ അവസാനിക്കുമായിരുന്നു. ചുരുക്കത്തിൽ അണികളെ നിലയ്ക്ക് നിർത്താൻ മമതാ ബാനർജി തയ്യാറാകാത്തത് ഒരു രാഷ്ട്രീയ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് എന്നത് വ്യക്തമായ കാര്യമാണ്. താഴെത്തട്ടിലുള്ള ഗുണ്ടകളെയും പ്രാദേശിക നേതാക്കളെയും പിണക്കുന്നത് അധികാരത്തെ ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ടാകാം. എന്നാൽ ഈ അധികാരം നിലനിർത്താൻ ജനാധിപത്യ മൂല്യങ്ങളെ ബലികഴിക്കുന്നത് ചരിത്രപരമായ തെറ്റാണ്. അക്രമ രാഷ്ട്രീയത്തെ താലോലിക്കുന്നത് ഒടുവിൽ ആ പാർട്ടിയെ തന്നെ നശിപ്പിക്കുമെന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ ചരിത്രം ബംഗാളിനെ പഠിപ്പിച്ച പാഠം. ഭയമില്ലാതെ ജീവിക്കാനും ഇഷ്ടമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള അവകാശം ബംഗാളിലെ ജനങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ ഭരണകൂടം രാഷ്ട്രീയമായ തിമിരം മാറ്റിവെച്ച് നിയമവാഴ്ച ഉറപ്പാക്കണം. അക്രമം ഒരു രാഷ്ട്രീയ മാർഗമായി തുടരുന്നിടത്തോളം കാലം ബംഗാളിലെ സാധാരണ ജനതയ്ക്കും ജനാധിപത്യത്തിനും യഥാർത്ഥ മോചനം സാധ്യമാകില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.